In this class, we will discuss about the genetic regulation of lytic and lysogenic cycle in phages, especially in lambda phage. And in our previous sem, we have studied about the lytic and lysogenic cycles. What is lytic cycle and what is lysogenic cycle? Hope you have remembered that. Okay. Uh, that is in this picture. A schematic diagram of lytic cycle and lysogeny is shown, and lytic cycle, the bacteriophage comes and it integrated into the bacterial DNA, E. coli. The lytic cycle, it takes the control of bacteria, E. coli. Then after that, DNA replication occurs, and after all the process, transcription and translation phages are released. Okay, progeny phages are released from the lysed bacteria. And what happens in lysogeny? The phage DNA is integrated into bacterial genome, and bacteria live happily ever after. There is no harm, but in one stage, this association breaks, and lysogeny enter into lytic cycle, and normally lytic cycle happens, and the normal lytic cycle happens, and after that phage DNA is released. Okay. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലല്ലോ മൈക്രോബയോളജിയിൽ. അപ്പോൾ അതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ജനറ്റിക് റെഗുലേഷൻ ഓഫ് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ നിങ്ങൾ ഫസ്റ്റ് ഈ ലൈറ്റിക് സൈക്കിളിന്റെയും ലൈസോജനിയുടെയും ഒരു ബ്രീഫ് ആയിട്ട് നമ്മൾ എഴുതിയിട്ട് വേണം അതിന്റെ ജനറ്റിക് കൺട്രോളിലേക്ക് നമ്മൾ കടക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പൊ ലൈറ്റിക് സൈക്കിളിൽ എങ്ങനെയാണ്, ആദ്യം ഒരു ഫേജ് വരും, അത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യും. ഇൻഫെക്ട് ചെയ്തിട്ട് ബാക്ടീരിയയുടെ എല്ലാ കൺട്രോളും ഫേജ് ഏറ്റെടുക്കും. എന്നിട്ട് ഫേജിന്റെ എൻസൈംസും അതിന്റെ പ്രോട്ടീൻസും ഒക്കെ ഇതില് ബാക്ടീരിയൽ DNA ഇന്റഗ്രേറ്റഡ് ആയിട്ട് അതിൽ DNA റിപ്ലിക്കേഷനും പിന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടത്തിയിട്ട് പുതിയ ഫേജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. എന്നിട്ട് ഈ ബാക്ടീരിയ സെല്ലിന്റെ ലൈസിസ് വഴി അത് പുറത്തേക്ക് പോകും. ഇതാണ് നോർമൽ ലൈറ്റിക് സൈക്കിൾ ആണല്ലോ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജിലും ഓരോ ജീൻസ് ഇൻവോൾവ് ആണ്. ഇപ്പോ ഇൻഫെക്ഷനിൽ കുറച്ച് ജീൻസ് മാത്രമല്ല എൻസൈംസും ഇൻവോൾവ് ആണ്. ഓക്കെ. അപ്പോൾ ഇൻഫെക്ഷൻ സ്റ്റേജിൽ കുറച്ച് ജീൻസ് ഉണ്ടാവും, പിന്നെ ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാവും, മിഡിൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാവും, ലേറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ, ലൈസിസിൽ, ഇതിലെല്ലാത്തിലും ഓരോ ജീൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ജീൻസ് ഏതൊക്കെ തരത്തിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അപ്പൊ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ലൈറ്റിക് ഡെവലപ്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ എ കാസ്കേഡ്. ഇതിൽ നമുക്ക് ഒരുപാട് ജീൻസിന്റെ പേരുകള് പിന്നെ അവരുടെ റോൾസ് ഇതൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് എല്ലാത്തിന്റെയും പേരുകളൊന്നും കൃത്യമായിട്ട് നമ്മൾ പഠിക്കണമെന്നില്ല, പക്ഷെ അതിൽ കുറച്ച് ജീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അതിന്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. Lytic development is controlled by a cascade. Each group of phage gene can be expressed only when an appropriate signal is given. ഓക്കെ. വെറുതെ ഫേജ് ജീൻസ് ഓൾറെഡി അതിൽ പ്രസന്റ് ആയിരിക്കും, പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ അത് എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അതായത് ഫസ്റ്റ് ഇൻഫെക്ഷന്റെ സമയത്ത് എക്സ്പ്രസ്ഡ് ആവുന്ന ജീൻസ് ഒരിക്കലും ലേറ്റ് സ്റ്റേജിൽ എക്സ്പ്രസ്ഡ് ആവില്ല. ഓക്കെ. ആ സ്റ്റേജിൽ മാത്രമേ അത് എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അതുപോലെ തന്നെ ലേറ്റ് സ്റ്റേജിൽ എക്സ്പ്രസ്ഡ് ആവുന്ന ജീൻസ് ഒരിക്കലും തുടക്കത്തിൽ ഏർലി സ്റ്റേജിൽ എക്സ്പ്രസ്ഡ് ആവില്ല. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ റെഗുലേഷൻ ഉണ്ട്. ഓക്കെ. ഈ സെറ്റ് ഓഫ് ജീൻ കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ നെസസറി റെഗുലേറ്റർ ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ജീൻസ്. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് ജീൻസും അടുത്ത സെറ്റിലോട്ട് എക്സ്പ്രസ്ഡ് ആവണമെങ്കിൽ അതിന് കുറച്ച് റെഗുലേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. ഓക്കെ. ലൈറ്റിക് ഡെവലപ്മെന്റ് ഇതിൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് phage lytic development proceeds by a regulatory cascade in which a gene product at each stage is needed for the expression of the genes at the next stage. ഓരോ സ്റ്റേജിലുള്ള ജീൻ പ്രോഡക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജിൽ ജീൻസ് എക്സ്പ്രസ്ഡ് ആവുന്നത്. For early phase, phage genes are transcribed by host RNA polymerase. Okay. പിന്നെ ഇതില്
ഇൻവോൾവ് ആവുന്നത്. ഇതിൽ റെഗുലേറ്ററി ജീൻസ് ഇൻവോൾവ് ആവുന്നുണ്ട്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ RNA പോളിമറേസ്, പിന്നെ ഒരു സിഗ്മ ഫാക്ടർ, ആന്റി ടെർമിനേഷൻ ഫാക്ടർ ഒക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി മിഡിൽ വരുമ്പോൾ early product causes the transcription of the middle genes. ഇതിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ലേറ്റ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്നതോ ഇവിടെ റെഗുലേറ്ററി ജീൻസ് ഉണ്ടായിരിക്കും. അതിന് ഒരുപാട് റെഗുലേറ്ററി ജീൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് പേരുകൾ നമ്മൾ പഠിക്കും. റെഗുലേറ്ററി ജീൻസ്, സിഗ്മ ഫാക്ടർ, ആന്റി ടെർമിനേഷൻ ഫാക്ടർ, പിന്നെ സ്ട്രക്ചറൽ ജീൻസ്, റിപ്ലിക്കേഷൻ എൻസൈംസ്, ഇതെല്ലാം ഇവിടെ ഇൻവോൾവ് ആണ്. അപ്പൊ അതെല്ലാമാണ് അടുത്ത ലേറ്റ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞാൽ phage റിലീസ് ആവും. സ്ട്രക്ചറൽ ജീൻസ് അല്ലെങ്കിൽ phage കമ്പോണൻസ്. അപ്പോൾ phage ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു ബാക്ടീരിയ phage-ന് ഏതൊക്കെ പാർട്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഹെഡ്, നെക്ക്, ടെയിൽ ഫൈബേഴ്സ് ഒക്കെ പറഞ്ഞ നമ്മൾ സ്പൈക്ക് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഫോം ചെയ്യാനായിട്ട് ഓരോ ജീൻസിന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. Two types of regulatory event control the lytic cycle. Control at initiation utilizes independent transcription unit, each with its own promoter and terminator, which produces independent mRNAs. The transcription units need not be located near one another. ഇതിൽ രണ്ട് റീജിയൻസ് ഉണ്ടാവും. ഏർലി റീജിയൻ ഉണ്ടാവും, പിന്നെ അതിന്റെ ലേറ്റ് റീജിയൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏർലി റീജിയനിൽ ഒരു റെഗുലേറ്ററി ഇവന്റ്, ലേറ്റ് റീജിയനിൽ വേറൊരു റെഗുലേറ്ററി ഇവന്റ്. അപ്പോൾ ഏർലി റീജിയനിൽ നടക്കുന്ന റെഗുലേറ്ററി ഇവന്റിന് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആൻഡ് എൻസൈംസ്, ഈ റീജിയനിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആൻഡ് എൻസൈംസ്. അപ്പോൾ ഓരോന്നിനും വേറെ വേറെ കൺട്രോൾ ആണ്. അല്ലാതെ ഇതിൽ ഇൻവോൾവ് ആവുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ ഇൻവോൾവ് ആവില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേക ജീൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നടക്കേണ്ട ഈവൻറ്റ്സ് അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫോം ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ കൃത്യമായിട്ട് ഫോം ചെയ്യും. Then ഇത് ഒരു T4 phage-ന്റെ ഒരു ജീനോമാണ്. ഓക്കെ, ഒരു 165 kb ഉള്ള ഒരു ജീനോമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നമ്പേഴ്സ് കാണാം. ഓക്കെ, നമ്പേഴ്സ് കാണാം, പിന്നെ ചിലതിൽ നമുക്ക് ലെറ്റേഴ്സും കാണാം. ഇവിടെ കണ്ടോ, കുറെ നമ്പേഴ്സ് 40, 160, 120, 80, 45, 55, 44 അങ്ങനെ പറഞ്ഞ ഒരുപാട് നമ്പേഴ്സ് കാണാം. 42, 43 കണ്ടോ. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ജീൻസ് ആണ് നമ്പേഴ്സ് വഴി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എസെൻഷ്യൽ ജീൻസ് ആണ് നമ്പേഴ്സ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ കാണും. നിങ്ങൾക്ക് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നോൺ എസെൻഷ്യൽ ജീൻസ് ആണ് ലെറ്റേഴ്സ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എസെൻഷ്യൽ ജീൻസ് നമ്പേഴ്സ് ആയിട്ടും നോൺ എസെൻഷ്യൽ ജീൻസ് ലെറ്റേഴ്സ് ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് അത് 165 kb ഉള്ള ഒരു ജീനോമാണ്, T4 phage-ന്റെ ഒരു ജീനോമാണ്. അപ്പൊ അതിൽ ഓരോ സ്റ്റേജിലും ഇൻവോൾവ് ആവുന്നത് ഇപ്പൊ ലേറ്റ് ഹെഡിന്റെ ഫോർമേഷൻ, പിന്നെ അതുപോലെ തന്നെ ഷീത്ത് അതിന്റെ ഫോർമേഷൻ, ടെയിലിന്റെ ഫോർമേഷൻ, പിന്നെ ഹെഡ് കംപ്ലീഷൻ, അതിന്റെ ബേസ് പ്ലേറ്റ്, പിന്നെ ടെയിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഏർലി സ്റ്റേജിൽ എന്ത് ഫോം ചെയ്യും, ലേറ്റ് സ്റ്റേജിൽ എന്ത് ഫോം ചെയ്യും, അതിൽ ഇൻവോൾവ് ആവുന്ന എൻസൈംസ്, അതിൽ ഇൻവോൾവ് ആവുന്ന ജീൻസ്, എസെൻഷ്യൽ ജീൻസ്, അതിൽ ഇൻവോൾവ് ആവുന്ന നോൺ എസെൻഷ്യൽ ജീൻസ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു T4-ന്റെ ജീനോമിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഓരോ പ്രോസസ്സിലും നമുക്കറിയാം, ഒരു phage ലൈറ്റിക് സൈക്കിളിൽ ഒരു phage ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്ത് അത് phage-ന്റെ പ്രോജനീസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ് ഫ്രം ആ ഇൻഫെക്ഷൻ തൊട്ട് പിന്നെ DNA റിപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, phage-ന്റെ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, phage-ന്റെ ഓരോ പാർട്സിന്റെ ഫോർമേഷൻ, ഹെഡ്, നെക്ക്, ടെയിൽ ഫൈബേഴ്സ്, ഓക്കെ, ബേസൽ പ്ലേറ്റ്, എല്ലാത്തിന്റെയും ഫോർമേഷനിൽ ഇൻവോൾവ് ആവുന്ന എസെൻഷ്യൽ ജീൻസും അതിൽ ഇൻവോൾവ് ആവുന്ന എൻസൈംസും അത് ഏതൊക്കെ സ്റ്റേജിലാണ് ഇൻവോൾവ് ആവുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ, ഈ ജീനോമിന്റെ പിക്ചറിൽ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതില് നമ്മൾ T4 phage ഉണ്ടല്ലോ, ഈ ലൈറ്റിക് സൈക്കിളിൽ ഇൻവോൾവ് ആവുന്ന T4 phage-ന്റെ കാസ്കേഡ് രണ്ട് പാർട്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ട് പാർട്സ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്.
അതിൽ ഏർലി ആൻഡ് മിഡിൽ ഫേസും പിന്നെ ലേറ്റ് ഫേസും അങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ്. നമുക്ക് ഏർലി ഫേസ് എന്നും പറയാം, ലേറ്റ് ഫേസ് എന്നും പറയാം, അല്ലെങ്കിൽ ഏർലി ആൻഡ് മിഡിൽ ഫേസ് ദെൻ ലേറ്റ് ഫേസ് അങ്ങനെയും പറയാം. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഏർലി ആൻഡ് മിഡിൽ സ്റ്റേജ് ഫങ്ഷൻ ചെയ്യുന്നത് DNA സിന്തസിസിനും ജീൻ എക്സ്പ്രഷനും ഉള്ള പ്രോസസ്സിനാണ്. അതായത് DNA സിന്തസിസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഏർലി സ്റ്റേജ്. അപ്പൊ ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി ആൻഡ് മിഡിൽ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏർലി ആൻഡ് മിഡിൽ സ്റ്റേജിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസും എൻസൈംസും എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ഫംഗ്ഷനാണ് അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് DNA സിന്തസിസും ജീൻ എക്സ്പ്രഷനും സാധ്യമാക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഏർലി ആൻഡ് മിഡിൽ ജീൻസും ചെയ്യുന്നത്. ലേറ്റ് ഫേസിൽ ചെയ്യുന്നത് പാർട്ടിക്കിൾ അസംബ്ലി. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഫേജ് പാർട്ടിക്കിൾ. ഫേജിന്റെ ഹെഡ്, നെക്ക്, ടെയിൽ ഫൈബേഴ്സ്, പിന്നെ ബേസ് പ്ലേറ്റ്, ഇതെല്ലാം അസംബിൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ലേറ്റ് ഫേസിലുള്ള ജീൻസും എൻസൈംസും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സ്കീമാറ്റിക്കിൽ എന്താണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. മിഡിൽ DNA സിന്തസിസ്, അതിന്റെ റിപ്ലിക്കേഷൻ. അതിൽ 17 എസെൻഷ്യൽ ജീൻസ് ഉണ്ട്, 7 നോൺ എസെൻഷ്യൽ ജീൻസ് ഉണ്ട്. അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 നോൺ എസെൻഷ്യൽ ജീൻസ് ആയിട്ട് മാറും. ഈ DNA പ്രീകഴ്സേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് DNAയുടെ ബ്രേക്ക് ഡൗണിന് ഇൻവോൾവ് ആവുന്നത് 2 essential genes and 5 non-essential genes. The nucleotide metabolism ത്തിൽ ഇൻവോൾവ് ആവുന്ന 3 essential genes and 10 non-essential genes. Then cell structureൽ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫംഗ്ഷനിൽ ഇൻവോൾവ് ആവുന്ന 12 non-essential genes. എല്ലാത്തിന്റെയും പേരുകളൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, then ലൈസിസിൽ ഇൻവോൾവ് ആവുന്ന 2 non-essential genes. ജീൻ എക്സ്പ്രഷൻ, ട്രാൻസ്ലേഷനിൽ 12 non-essential genes, ട്രാൻസ്ക്രിപ്ഷനിൽ 2 essential genes and 5 non-essential genes. ഇത്രയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജീൻസിന്റെ എണ്ണം അല്ലെങ്കിൽ എൻസൈംസ്. ഇനി ലേറ്റ് ഫേസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാർട്ടിക്കിൾ അസംബ്ലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഹെഡ്, നെക്ക്, ടെയിൽ ഫൈബേഴ്സ്, ബേസ് പ്ലേറ്റ്, ഇതെല്ലാം അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ നെക്കും കോളറും അതിന്റെ ഫോർമേഷന് വേണ്ടി 2 essential genes, 1 non essential gene. ക്യാപ്സിന്റെ കമ്പോണൻസിന് വേണ്ടിയിട്ട് 7 essential genes, 1 non essential gene. ക്യാപ്സിഡ് അസംബ്ലിക്ക് വേണ്ടി 5 essential genes, 4 non essential genes. DNA പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് 3 essential genes, 2 non essential genes. ടെയിൽ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ബേസ് പ്ലേറ്റ് കമ്പോണൻസ് 13 essential genes. Then base plate in assembly ku vendi 5 essential genes, 2 non essential genes. ട്യൂബും ഷീത്ത് ഒക്കെ ഫോം ചെയ്യാൻ 4 essential genes. ടെയിൽ ഫൈബേഴ്സ് ഫോം ചെയ്യാൻ 7 essential gene, 1 non essential gene. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ജനറൽ ഗ്രൂപ്പ്സും അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസും. The early genes are transcribed by host RNA polymerase. The middle genes also transcribed by host RNA polymerase, but 2 phage encoded products, MOT-A and ASI-A, are also required. Okay, അപ്പോൾ early genes transcribe ചെയ്യുന്നത് ആരാ? Host RNA polymerase. Okay, RNA polymerase. Then middle genes transcribe ചെയ്യുന്നതും RNA polymerase തന്നെ. പക്ഷെ അവിടെ വേറെ രണ്ടാൾക്കാരും കൂടിയുണ്ട്. phage encoded products അവരുടെ പേരാണ് MOT-A and ASI-A. അങ്ങനത്തെ ചെറിയ ചെറിയ ജീൻ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, MOT-A and ASI-A. അപ്പോൾ മിഡിൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പോസ്റ്റ് RNA polymerase ഉണ്ട്, പ്ലസ് രണ്ട് phage encoded products MOT-A plus ASI-A. Then early and middle genes concerned with the synthesis of DNA, the modifying cell structure and transcribe and translating phage genes. എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, DNA synthesis and gene expression. അപ്പൊ അതിലാണ് early and middle genesന്റെ ഫംഗ്ഷൻ. ലേറ്റ് ജീൻസിന്റെ ഫംഗ്ഷൻ എന്താ? പാർട്ടിക്കിൾ അസംബ്ലി. ഇത് ജസ്റ്റ് ലൈറ്റിക് സൈക്കിൾ ഒന്നുകൂടെ അതിന്റെ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. phage ആദ്യം അബ്സോർബ് ചെയ്യും, പിന്നെ അത് പെനിട്രേറ്റ് ചെയ്യും. Synthesis of early proteins, replication of viral DNA, synthesis of late proteins, പിന്നെ assembly, lysis, release ചെയ്യുന്നത്. Okay, ജസ്റ്റ് ലൈസിന്റെ അല്ലെങ്കിൽ ലൈറ്റിക് സൈക്കിൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. Then lambda intermediate early and delayed early genes are needed for both lysogeny and lytic cycle. ഈ ലാംഡ ഫേജിന്റെ ഏർലി ജീനും, അതായത് ഇമ്മീഡിയറ്റ് ഏർലി ജീനും ഡിലേഡ് ഏർലി ജീനും. അപ്പൊ ഏർലി ജീനിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ആദ്യമായിട്ട് വരുന്ന ഏർലി ജീനും കുറച്ച് വൈകി വരുന്ന ഏർലി ജീനും.
ഓക്കെ, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് early gene ആൻഡ് ഡിലേഡ് early gene. ഈ രണ്ട് ടൈപ്പ് ജീൻസും ലൈറ്റിക് സൈക്കിളിനും ഇൻവോൾവ് ആണ്, ലൈസോജനിക് സൈക്കിളിലും ഇൻവോൾവ് ആണ്. അതിൽ ഇമ്മീഡിയറ്റ് early ജീൻസിന്റെ പേര് N ആൻഡ് CRO. ഓക്കെ, ഇമ്മീഡിയറ്റ് early ജീൻസിന്റെ പേര് N gene ആൻഡ് CRO gene, which are transcribed by host RNA polymerase. ഇനി അതിൽ N ജീൻ, ഈ ഡിലേഡ് early gene എക്സ്പ്രസ്ഡ് ആവാൻ N ജീൻ പിന്നെ ആവശ്യമുണ്ട്. N ഈസ് ആക്ച്വലി N ആരാണ്? ഇമ്മീഡിയറ്റ് early gene ആണ്. N ഉം ക്രോവും ഇമ്മീഡിയറ്റ് early genes ആണ്. പക്ഷെ N ഈ ഡിലേഡ് early genes എക്സ്പ്രസ് ചെയ്യാൻ N ആവശ്യമുണ്ട്. ഓക്കെ, then lysogeny requires the delayed early gene. ഇനി ഒരു ഡിലേഡ് early geneന്റെ പേര് നമുക്ക് പഠിക്കാം. CLL. ഓക്കെ, അതാണ് ഒരു ഡിലേഡ് early gene. അപ്പോൾ ഡിലേഡ് early gene എന്തിനു വേണ്ടിയിട്ട് ആവശ്യം? ലൈസോജനിക്ക് ആവശ്യമുണ്ട്. Then lytic cycle requires immediate early gene CRO and the delayed early gene Q. അപ്പോൾ ലൈറ്റിക് സൈക്കിളിൽ ആവശ്യമുള്ളത് ഇമ്മീഡിയറ്റ് early gene ക്രോവും പിന്നെ ഡിലേഡ് early gene Q ആണ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് early genes ഏതൊക്കെയായിരുന്നു? N ആൻഡ് ക്രോ. ഡിലേഡ് early genes ഏതായിരുന്നു? CLL ഉം Q ഉം. ഓക്കെ, അപ്പൊ അതിൽ ലൈസോജനിക്ക് ആവശ്യം ഡിലേഡ് early gene CLL ആണ്. പിന്നെ ലൈറ്റിക് സൈക്കിളിന് ആവശ്യം ക്രോവും ക്യൂവും. ഓക്കെ, അതിന്റെ പേരുകൾ തെറ്റിപ്പോവാതെ പഠിച്ചു വയ്ക്കാം. Then lambda has two immediate early genes transcribed independently by host RNA polymerase. N codes for, ഇനി N ന്റെ ഫംഗ്ഷൻ നമ്മൾ രണ്ട് ലാംഡയുടെ രണ്ട് ഇമ്മീഡിയറ്റ് early genes പഠിച്ചു ഉണ്ടല്ലോ. എന്നും പഠിച്ചു, പിന്നെ ക്രോവും പഠിച്ചു അല്ലെ. രണ്ട് ഇമ്മീഡിയറ്റ് early genes നമ്മൾ പഠിച്ചതാണ്. അതിൽ ഒരെണ്ണം എന്നും പിന്നെ ഒരെണ്ണം ക്രോവും. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ, എന്നിന്റെ ഫംഗ്ഷൻ എന്താണ്, ക്രോവിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്നിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു എന്നിന്റെ ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്? എന്നിന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? N is required to express the delayed early gene അല്ലെ. ഓക്കെ, then N codes for anti-termination factor whose action at the nut site allows transcription to proceed into delayed early gene. അപ്പോൾ delayed early genesന്റെ എക്സ്പ്രഷൻ ആണ് എന്താവശ്യം? NG. ഇമ്മീഡിയറ്റ് early gene ആയിട്ടുള്ള N-ന്റെ ആവശ്യം ഡിലേഡ് early genesന്റെ എക്സ്പ്രഷൻ ആണ്. എങ്ങനെയാണ് ഈ ഡിലേഡ് early gene എക്സ്പ്രസ്ഡ് ആവുന്നത്? നട്ട് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. നമ്മൾ ഇതിന്റെ ജീനോം പഠിച്ചു. അപ്പൊ അതിൽ കുറെ റീജിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലുള്ള റീജിയൻ ആണ് NUT എന്ന് പറഞ്ഞ ഒരു റീജിയൻ. അപ്പൊ ആ റീജിയനിൽ എത്തുമ്പോൾ അത് ട്രാൻസ്ക്രിപ്ഷൻ അലൗഡ് ആവും. അപ്പൊ അങ്ങനെ ഡിലേഡ് early gene എക്സ്പ്രസ്ഡ് ആവും. CRO has dual function. It prevents the synthesis of the repressor, a necessary action if the lytic cycle is to proceed. Okay, then it turns off the expression of the immediate early gene. അപ്പൊ ഇത് എന്ത് ചെയ്യും? ക്രോവിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് പ്രിവെന്റ്സ് ദ സിന്തസിസ് ഓഫ് റിപ്രസർ. ഓക്കെ, റിപ്രസർ സിന്തസൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ദെൻ ഇറ്റ് ടേൺസ് ഓഫ് ദ എക്സ്പ്രഷൻ ഓഫ് ദി ഇമ്മീഡിയറ്റ് early gene. അതായത് ലൈറ്റിക് സൈക്കിളിൽ ആവശ്യമില്ലാത്ത early gene, ആവശ്യമുള്ള early gene ആ ക്രോ ആണ്. ആവശ്യമില്ലാത്ത early geneന്റെ എക്സ്പ്രഷൻ ടേൺ ഓഫ് ചെയ്യും. പിന്നെ റിപ്രസറിന്റെ സിന്തസിസും പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്രോ എന്തിനു വേണ്ടിയിട്ടാ? ലൈറ്റിക് സൈക്കിള് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ലൈറ്റിക് സൈക്കിള് നടക്കാൻ വേണ്ടി ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ ക്രോ ചെയ്യും. ഏതൊക്കെയാ? ലൈറ്റിക് സൈക്കിള് നടക്കാൻ വേണ്ടി ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ക്രോ ജീൻ ചെയ്യുന്നത്. ഒന്ന്, റിപ്രസറിന്റെ സിന്തസിസ് പ്രിവെന്റ് ചെയ്യും. പിന്നെ ടേൺസ് ഓഫ് ദ എക്സ്പ്രഷൻ ഓഫ് ഇമ്മീഡിയറ്റ് early gene. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലൈറ്റിക് സൈക്കിൾ സ്മൂത്ത് ആയിട്ട് നടക്കും. ഓക്കെ, എന്നിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഡിലേഡ് early genesന്റെ എക്സ്പ്രഷന് സഹായിക്കും. നട്ട് ജീനിൽ അത് എത്തുമ്പോൾ സഹായിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഇതില് the lambda lytic cascade is interlocked with the circuitry for lysogeny. അപ്പോൾ ലൈറ്റിക്കും ലൈസോജനി എങ്ങനെയാണ് ലൈറ്റിക്കിലും ലൈസോജനിയും നടക്കുന്നത്? അപ്പോൾ ലൈറ്റിക് നടന്നില്ലെങ്കിൽ ലൈസോജനി നടക്കും, ലൈസോജനി നടന്നില്ലെങ്കിൽ ലൈറ്റിക് നടക്കും. അത് രണ്ട് റിപ്രസറിന്റെ ആക്ഷൻ വഴിയാണ് അത് നടക്കുന്നത്. ഓക്കെ, അതില് ഒരു റിപ്രസർ CL എന്ന് പറഞ്ഞ ഒരു റിപ്രസർ
എന്ത് ചെയ്യും? ഇറ്റ് ആക്ട്സ് ടു ഫേവർ ലൈസോജനി. ഓക്കെ. ദെൻ ക്രോ എന്ത് ചെയ്യുന്നത്? ക്രോ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു ഉണ്ടല്ലോ, ക്രോ പഠിച്ചില്ലേ? ഓക്കെ. ക്രോ റിപ്രസർ ഇറ്റ് ഫേവേഴ്സ് ദ ലൈറ്റിക് സൈക്കിൾ. ക്രോ ഫേവർ ചെയ്യുന്നത് ലൈറ്റിക് സൈക്കിൾ. അപ്പൊ ക്രോ ഉണ്ടെങ്കിൽ ലൈസോജനി അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ഡൗൺ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ക്രോ പ്രസന്റ് ആണെങ്കിൽ ലൈസോജനി നടക്കില്ല. നേരെ മറിച്ച് സി എൽ റിപ്രസർ ആണെങ്കിൽ, സി എൽ റിപ്രസർ ആണ് അവിടെ പ്രസന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും? ലൈസോജനി നടക്കും. സി എൽ റിപ്രസർ ലൈസോജനിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. സി എൽ റിപ്രസർ ലൈസോജനിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, വേറെ ക്രോ റിപ്രസർ ലൈറ്റിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ക്രോ ഉണ്ടെങ്കിൽ ലൈസോജനി നടക്കില്ല, അതുപോലെ തന്നെ സി എൽ ഉണ്ടെങ്കിൽ ലൈസോജനി നടക്കും. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. Then the delayed early genes include 2 replication genes needed for lytic infection, 7 recombination genes. ഈ ഡിലേഡ് ഏർലി ജീൻസ് എന്തൊക്കെയാ ഉള്ളത്? 2 റിപ്ലിക്കേഷൻ ജീൻസ് ഉണ്ട്, പിന്നെ 7 റീകോമ്പിനേഷൻ ജീൻസ് ഉണ്ട്, പിന്നെ 3 റെഗുലേറ്റേഴ്സും ഉണ്ട്. ഓക്കെ. CLL, CLLL pair of regulators is needed to express the synthesis of repressor, and Q regulator is an anti-termination factor that allows the host RNA polymerase to transcribe the late genes. Late genes ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യൂ റെഗുലേറ്റർ, ഒരു ആന്റി ടെർമിനേഷൻ ഫാക്ടറാണ്. അപ്പൊ ഡിലേഡ് ഏർലി ജീൻസ് ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അത് എന്താ പറയാ ലൈസോജനിക്ക് സഹായിക്കും. ഇനി ചില ജീൻസ് എന്ത് സഹായിക്കും? ലൈറ്റിക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ ഇത് കാണിച്ചിട്ടുള്ളത് ദ phage lambda has 2 early transcription unit. നമ്മൾ പറഞ്ഞു early unit ഉണ്ട്, late unit ഉണ്ട് ഉണ്ടല്ലോ. has 2 early transcription unit in the leftward unit, and the upper strand is transcribed towards the left, and in the rightward unit the lower strand is transcribed towards the right. അപ്പൊ അങ്ങനെ രണ്ട് early transcription units ഉണ്ട്, late transcription unit ഉണ്ട്. അപ്പോൾ early ഉള്ളത് ലെഫ്റ്റ് സൈഡിലും, അപ്പോൾ ഈ അപ്പർ സ്ട്രാൻഡ് ഇങ്ങോട്ട് ട്രാൻസ്ക്രൈബ്ഡ് ആവും. പിന്നെ ഈ റൈറ്റിലുള്ളത് എന്താണ്? ലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ. അത് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ക്രൈബ്ഡ് ആവും. അതാണ് കാണിച്ചിട്ടുള്ളത്, അതിൽ ഇൻവോൾവ് ആവുന്നത്. ഓക്കെ. P for promoter, L for late. Promoter for late genes. Promoter. Sorry, not late. Promoter of left side, promoter of right side. ഇവിടെ ക്രോ ജീൻ ഉണ്ട്, പിന്നെ N ജീൻ ഉണ്ട്. N-ഉം ക്രോ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? Then N and crow are transcribed in the immediate early stage. N causes the transcription to extend into delayed early genes. So അതിന്റെ ലെഫ്റ്റിലുള്ളത് ഏർലിയും റൈറ്റിലുള്ളത് ലേറ്റും. ഓക്കെ. ഈ ആറിന് എല്ലും ആറും ഒക്കെ റിപ്രസെന്റ് ചെയ്യുന്ന ലെഫ്റ്റും റൈറ്റും ഒക്കെയാണ്. ഇത് ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. T R1 L1 ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. Then lambda DNA circularizes during infection so that the late gene cluster is intact in one transcription unit. അപ്പോൾ അതിലുള്ള ജീൻസും ഇൻവോൾവ് ആവുന്ന ജീൻസ് ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഏർലി സ്റ്റേജില്, പിന്നെ ഡിലേഡ് ഏർലി സ്റ്റേജില്, പിന്നെ ലേറ്റ് സ്റ്റേജില്. ഓക്കെ. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഇൻവോൾവ് ആവുന്ന ജീൻസ് ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. Early stage host RNA polymerase transcribes N and CRO from TL and PR. Delayed early ഇതില് അതായത് നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഈ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്, അത് ഒന്ന് സർക്കുലറൈസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ. Then delayed early സ്റ്റേജില് PN permits transcription from the same promoters to continue past N and CRO. Late stage ൽ എന്ത് സംഭവിക്കും? Transcription initiates at PR between Q and S, and PQ permits it to continue through all the late stages. Okay.
Then this show the genes clustered by function in the lambda genome. Recombination involved ആവുന്ന പിന്നെ ഇത് control region replication involved ആവുന്ന late control lysis പിന്നെ virus head and tail ഇതൊക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊമോട്ടർ, ഇവിടെ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ, ഇവിടെ ടെർമിനേറ്റർ. ജസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിച്ചിരിക്കുകയാണ്, സ്കീമാറ്റിക് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. Then lysogeny is maintained by repressor protein. ഏത് repressor protein ആണ്? ഏത് repressor protein ആണ് lysogeny maintain ചെയ്യുന്നത്? നമ്മൾ ഇവിടെ പഠിച്ചത് ഓർമ്മയില്ലേ? ഇവിടെ ഒരു പിക്ചർ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? Crow repressor. Crow repressor favors lytic cycle and represses lysogeny, whereas CL repressor favors lysogeny and represses the lytic cycle. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, then mutants in the CL gene cannot maintain lysogeny. കാരണം അത് മ്യൂട്ടന്റ് ആയതുകൊണ്ട് ലൈസോജനി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതർവൈസ് CLL ജീനാണ് ലൈസോജനിക്ക് സഹായിക്കുന്നത്. CL codes for a repressor protein that acts at the OL and operator in the left and operator in the right to block transcription of the immediate early genes. OL and OR മനസ്സിലായല്ലോ, operator in the left and operator in the right. Because the immediate early gene trigger a regulatory cascade, they prevents the lytic cycle from proceeding. And a positive regulator, anti-terminator, repressor, the anti-repressor, positive regulator, leftum, rightum, side lulad. Okay. Then repressor maintains an autogenic circuit. അപ്പോൾ അതില് ഉള്ള മെയിൻ കൺസെപ്റ്റുകൾ ഈ പിക്ചറിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. റിപ്രസർ ബൈൻഡിങ് അറ്റ് ഓയിൽ ബ്ലോക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി ജീൻ എൻ ഫ്രം PL. ഇതില് PL എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പ്രൊമോട്ടർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്, ഓയിൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്, അങ്ങനെ വായിക്കണം. ഓക്കെ, റിപ്രസർ ബൈൻഡിങ് അറ്റ് OR, ഓപ്പറേറ്റർ ഇൻ ദ റൈറ്റ്, blocks transcription of CRO, but is also required for the transcription of CL. Repressor binding to the operators therefore simultaneously blocks entry to the lytic cycle and promotes its own synthesis. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും ഓരോ സ്റ്റേജിൽ നടക്കണമെങ്കിലും ഓരോ ജീൻസും ഇൻവോൾവ് ആണ്. ഏർലി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ലേറ്റ് സ്റ്റേജിലും ഓരോ ജീൻസും ഇൻവോൾവ് ആണ്. അപ്പൊ ചില ജീൻസ് ലൈറ്റിക് സൈക്കിളിനെ പ്രൊമോട്ട് ചെയ്യും, ലൈസോജനീനെ റിപ്രസ് ചെയ്യും. ചില ജീൻസ് ലൈസോജനീനെ പ്രൊമോട്ട് ചെയ്യും, ലൈറ്റിക്കിനെ റിപ്രസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഓരോ ഈ ജീൻസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ജീൻസിന്റെ എക്സ്പ്രഷൻ നടക്കാതായി കഴിഞ്ഞാൽ ആ ഹോൾ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഡിസ്റപ്റ്റ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഓരോ ഇപ്പൊ ഒരു വൈറസിനെതിരായിട്ട് നമ്മളൊരു മെഡിസിൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഓരോന്നും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ജീൻസിന്റെ ഫംഗ്ഷൻ, ഇവരുടെ നോർമൽ പ്രോസസ് നടക്കുന്ന ജീൻസിന്റെ ഫംഗ്ഷൻ എങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യാം, അങ്ങനെ എങ്ങനെ അവര് നടക്കുന്ന ആ ഫംഗ്ഷൻ തടയാം, എങ്ങനെ അതിനെ നശിപ്പിക്കാം. ഓക്കെ, അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ജീൻസിന്റെ ഫംഗ്ഷൻ, നോർമൽ ഫംഗ്ഷൻ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഈ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള ഈ ലൈറ്റിക് സൈക്കിള് നടക്കാതെ വരും. അപ്പോൾ അങ്ങനെയാണ് അത് ജനറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ലൈറ്റിക് സൈക്കിൾ ആൻഡ് ലൈസോജനിക് സൈക്കിളിന്റെ ജനറ്റിക് കൺട്രോൾ ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോ ജീൻസും, എസ്പെഷ്യലി CL ജീൻ, ക്രോ ജീൻ, N ജീൻ, CLL ജീൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ പഠിക്കാം. സാധാരണ അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ജനറ്റിക് കൺട്രോൾ ഓഫ് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ ചോദിക്കാറ്. Okay, thank you.